ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇന്ന് കടലക്കറി വെക്കാന്ന് വെച്ചു. അപ്പോൾ തലേന്ന് കുതിരയായിട്ട് കടലക്കറി ഒരു കുക്കറിൽ കുറച്ച് പാകത്തിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി സ്റ്റൗവിലോട്ട് നമുക്ക് വെക്കാം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കലക്കി മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ അരച്ചിട്ടുണ്ട് ഇടാൻ വേണ്ടി. ചട്ടി എടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്ത് ഇത് നമ്മൾ അരപ്പിന് വേണ്ടി തയ്യാറാക്കുകയാണ്. ഉള്ളി ഇട്ട് നമുക്ക് അത് ചെറിയ ഉള്ളിയാണ് ഇട്ട്, അപ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടുതലായിരിക്കും. ചെറിയ ഉള്ളി നമുക്ക് വഴറ്റേണ്ടതുണ്ട്. കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്ത് ഇതെല്ലാം അരപ്പിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ആണ്. തേങ്ങ കുറച്ചിട്ട് കുരുമുളകിട്ട് പിന്നെ കരിവേപ്പില ഇട്ട് കുറച്ച് പച്ച മല്ലി വേണം. കുരുമുളക് പൊടിക്കാത്ത പച്ച കുരുമുളകാണ്. കുറച്ച് പച്ച മല്ലി ഇട്ട് ഇനി നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് ബ്രൗണിഷ് കളറാവുന്ന വരെ വറുത്തെടുക്കേണ്ടതുണ്ട്. അപ്പോഴും നമ്മുടെ കടലക്കറിയുടെ ടേസ്റ്റ് കൂടും. അങ്ങനെ ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് നന്നായാൽ കടലയിൽ മിക്സ് ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ബ്രൗണിഷ് കളറ് നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഇതിലൊക്കെ മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ കുറച്ച് ലോ ഫ്ലെയിമിൽ നിന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് ഹൈ ഫ്ലെയിമിലോട്ടൊക്കെ ആക്കാം, നമ്മൾ ഉചിതം പോലെ. പിന്നീട് നമ്മൾ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് അടച്ചിട്ടാണ് പൊടികളിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ മുളക് പൊടിയും മസാലയും കൂടെ ഇട്ട് കൊടുത്ത്, ഓപ്ഷണലാണ്, മസാല വേണമെങ്കിൽ മുളക് പൊടി കുറച്ച് എരിക്ക് വേണ്ടി, വേറെ ഒരു ഇൻഗ്രീഡിയൻസ് ചേർക്കണില്ല ഗൈസ്. അങ്ങനെ മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ആദ്യമേ ഇട്ട് ഇത് കുറച്ച് മിക്സ് ചെയ്യണം. ഇതെല്ലാം അടച്ചു വെച്ചിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ പിന്നെ പൊടി ഇടുമ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. പിന്നെ വീണ്ടും ചട്ടി എടുത്തിട്ട് കുറച്ച് കടുക് വറുക്കണം. എന്നിട്ട് കടലയിലോട്ട് തട്ടണം. കുറച്ച് കടുക് വറുക്കാനായിട്ട് കുറച്ച് കൊത്ത് തേങ്ങ ഇട്ട് കൊടുത്ത് ഇതൊക്കെ ചേരുന്നതോറും കറിയിട്ട് ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഇതെല്ലാം നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയ കൊത്തിയ തേങ്ങ ഇട്ട് കൊടുത്ത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇത്രയും കൂടെയൊക്കെ കുറച്ച് ബ്രൗണിഷ് കളർ കുറച്ച് എണ്ണ അരച്ച് മിക്സ് ചെയ്ത് വന്നാൽ പിന്നെ കടല ഒഴിച്ചു കൊടുത്ത് ഇനി ഇതെല്ലാം കുറച്ച് പിടിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നമുക്ക് എല്ലാം നല്ലോണം കടലയും എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ അരപ്പ് തട്ടി കൊടുക്കാം. നേരത്തെ മിക്സിയിൽ അരച്ച് വെച്ച അരപ്പാണ്. അരപ്പും കൂടെ ഇട്ട് കൊടുത്തു. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി നമ്മൾ പാകത്തിന് ഉപ്പൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറുകുമ്പോഴേ നമുക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റൂ. അങ്ങനെ വറ്റിക്കാൻ വേണ്ടി തിളപ്പിക്കാൻ വേണ്ടി കടലക്കറി അരപ്പും കടലക്കറി മിക്സ് ചെയ്ത് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്ത് അതാത് പാകത്തിന് വരുമ്പോൾ നമ്മൾ കടലക്കറി റെഡിയാവും. അപ്പോഴും ഗൈസ് ഇത്രയും ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. കടലക്കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളെ കറി വേണോ വേണ്ടയോ എന്നുള്ള ഓപ്ഷണൽ ബേസിസിൽ നിങ്ങൾക്ക് എങ്ങനെയെന്ന് വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസ് ഇത്രയും വേണം, എന്നാലേ ആ ടേസ്റ്റ് കിട്ടും. എല്ലാം കറക്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൽ കറി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കൂടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. ഇത് അവസാന ലുക്കെന്ന് പറയുന്നത് ഇതാണ് ഗൈസ്. അപ്പോൾ ഹോപ്പ് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ബൈ. പഴുത്ത മാങ്ങ വെച്ച് ഞാൻ ഇന്ന് ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മാങ്ങ. ഇനി നമുക്ക് ചെറിയ പീസാക്കാം. യൂസ് ചെയ്യുന്നത് അപ്പോഴാണ് എല്ലാവരും നോക്കുമ്പോൾ മാംഗോ പുഡിംഗ്, മാംഗോ ജ്യൂസ് അങ്ങനെയുള്ളതാണ്. ഇത് പക്ഷേ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ചെറുതായി പീസാക്കണം. പിന്നെ എന്തോന്ന് പിന്നെ ഇല്ല, നല്ല മധുരമാണ്. അപ്പൊ മിക്സിയിലിട്ട് അടിച്ച് ഞാൻ ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്. കയ്പൊന്നും ഇല്ല. കയ്പ് പാണ്ടിക്ക് ചെറിയൊരു കയ്പുണ്ട്. ഇങ്ങനെ ഇതായി വന്നിട്ടുണ്ട്. വെള്ളമില്ല. ഇനി നമുക്കൊരു പ്ലേറ്റിൽ ഇങ്ങനെയുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു പരിപാടി
ഞാൻ നമുക്ക് നേരത്തെ സ്മൂത്തായിട്ട് വെച്ച് കൊടുക്കണം. എനിക്ക് പീസ വേണം. പിസ്സ അല്ല, പിസ്സ എന്നാണ് പറയണത്. പിസ്സ അല്ലേ ഇത്. ഇന്ന് നമുക്ക് ഒരു മാങ്ങ വെച്ചുള്ള ഒരു ഇതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോണ്. ഇനി നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കണം. അപ്പം ഒരു റോള് പോലെ കിട്ടും. മാംഗോ റോളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതൊന്നുമില്ല, മധുരം ഉള്ളത് കൊണ്ട് പഞ്ചസാര ഇട്ടില്ല. അഥവാ നിങ്ങൾ വാങ്ങണം മാങ്ങയ്ക്ക് മധുരം ഇല്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടാം. നല്ല സ്മൂത്താക്കി ഇല്ല, കാരണം ഫ്ലോപ്പായി പോയാൽ റിസ്ക് എടുക്കൂല. സമയവും നഷ്ടം, സാധനവും നഷ്ടം. അതുകൊണ്ട് ഫസ്റ്റ് ട്രൈ എല്ലാം നല്ല കോൺഫിഡൻസ് ഉള്ളത് മാത്രമേ അധികം ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. നമുക്ക് വെയിൽ ഒരു 2 മണിക്കൂർ വെച്ച് നോക്കാം. എങ്ങനെയുണ്ട് ദിയ? ഇതാ ഇങ്ങനെ ആയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെയിൽ കൊള്ളിക്കാം. നല്ല തരി പോലും ഇല്ല, കട്ടിയായിട്ട് ഉണ്ടാക്കേണ്ട ഇതാണ്. അങ്ങനെ വേറെ ഒന്നുമില്ല. നമുക്ക് വെയിൽ കൊള്ളിക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം വന്നിട്ടുണ്ട്. ഇനി വെയിലത്ത് കൊണ്ടുവയ്ക്കാം. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം. പോയി 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കാം. അപ്പം നമുക്ക് ഇന്ന് പെട്ടെന്ന് തന്നെ 2 മണിക്കൂർ ഉണ്ടാക്കിയത് വെയിലത്ത് വെച്ച് ഡ്രൈ ആയി കിട്ടുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഗൈസ്, ഇതാ നോക്കുമ്പോൾ കളർ ചേഞ്ചായി വന്നുകൊണ്ട് ഇത് മാങ്ങ വെച്ച് ഒരു റോളുണ്ടാക്കാം എന്ന് കരുതി ഉണ്ടാക്കുന്നതാണ്. വളരെ ഈസി ആയിട്ട് മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കുക്കിംഗ് വീഡിയോസ് വേണമെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.